സ്വാഗതം. ഞാൻ ആൻമരിയ. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരെ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ആദർ സ്വൈക്ക് സന്ദർശിച്ചു. സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം വിളിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉടൻ കുവൈറ്റിലെത്തും. ഇന്ന് പുലർച്ചെ മംഗഫിലെ ഇന്ത്യക്കാർ താമസിക്കുന്ന തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ ഗ്യാസ് സിലിണ്ടറുകളിൽ തീപിടിച്ചതാണ് അപകട കാരണം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. വിഷപ്പുക ശ്വസിച്ച് ചിലർ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ആദർ സൈക്യ സന്ദർശിച്ചു. It's a very unfortunate fire accident happened today morning in Mangaf area, and I'm very sad to tell you that several Indian nationals who were living there have died and several have been hospitalized. But the good news also is that those who have been hospitalized, most of them are stable. We have established a 24/7 helpline to give information, whatever information we have, whatever updates we have from the hospital to the families of those injured. കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവർ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മരണവിവരം സുഹൃത്തുക്കളാണ് വിളിച്ചറിയിച്ചതെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും മരിച്ച കൊല്ലം സ്വദേശി ഷമീറിന്റെ പിതാവ് 24-നോട് പറഞ്ഞു. അപകടത്തിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സബ, കിരീടാവകാശി സബ അൽ ഖാലിദ് അൽ സബ എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് എക്സിലൂടെ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതി വിലയിരുത്താൻ യോഗം വിളിച്ചു. നടപടികൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നടപടികൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉടൻ കുവൈറ്റിലെത്തും. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളിൽ 9 പേരെ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഇതുവരെ 49 ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ 21 ആളുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇത്രയും ആളുകളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ 15 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. 11 പേർ ഇതിൽ മലയാളികളാണ്. ഇതിൽ തന്നെ 9 പേരുടെ വിശദാംശങ്ങളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 3 ആളുകൾ, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലുള്ള 3 ആളുകൾ, കാസർഗോഡ് ജില്ലയിലെ 2 പേർ, കോട്ടയം ജില്ലയിലെ ഒരാൾ എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 56 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ഇതിൽ 20ഓളം ആളുകളെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചുവെന്നും ബാക്കി 30 ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 8 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ആശുപത്രിയിലുള്ളവരിൽ കൂടുതൽ ആളുകളും മലയാളികളാണ് എന്നതാണ് പ്രത്യേകത. ഇതിൽ പൊള്ളലേറ്റവരുണ്ട്, പുക ശ്വസിച്ചതിനെ തുടർന്ന് അസുഖബാധിതരായവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വീണുള്ള പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി നൽകിയിരിക്കുന്നത്. എന്തായാലും വിവിധ ഫ്ളാറ്റുകളിലായി 195 ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. താഴത്തെ നിലയിൽ ഒഴികെയുള്ള 6 നിലകളിലായിരുന്നു ഇവരെല്ലാവരും തന്നെ താമസിച്ചിരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അന്നറിയാം. ശരി, കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളിൽ 9 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 56 പേര് ഇപ്പോഴും ചികിത്സയിലാണ്. 8 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറാട്ട്. മറ്റു റിപ്പോർട്ടിലേക്ക്. ബഹ്റൈന്റെ തലസ്ഥാനമായ മനാമയിൽ തീപിടുത്തം. നിരവധി കടകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മനാമയിൽ നിന്ന് സുബൈർ ഉദിനൂർ ചേർന്നുണ്ട്. സുബൈർ ഉദിനൂർ, ഈ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ? സുബൈറിന്റെ ഓഡിയോയിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ്. ബഹ്റൈന്റെ തലസ്ഥാനമായ മനാമയിൽ തീപിടുത്തം. നിരവധി കടകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മറ്റു റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. തീർത്ഥാടകർ നാളെ മുതൽ മിനായിലേക്ക് നീങ്ങും. മദീനയിൽ ചികിത്സയിലായിരുന്ന തീർത്ഥാടകരെ ആംബുലൻസിൽ മക്കയിലെത്തിച്ചു. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد
والنعمة لك والملك لا شريك لك. ഹജ്ജിനുള്ള ഒരുക്കങ്ങളുമായി തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. 15.5 ലക്ഷത്തിലധികം വിദേശ തീർത്ഥാടകർ ഇന്നലെ വരെ സൗദിയിലെത്തി. വെള്ളിയാഴ്ച നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്ക് മുന്നോടിയായി ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുകയും സഫ മർവ കുന്നുകൾക്കിടയിൽ സായി നിർവഹിക്കുകയും ചെയ്യുന്നു തീർത്ഥാടകർ. നാളെ രാത്രിയോടെ തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. സൗദി ഗവൺമെന്റ് ഒരുക്കിയ മികച്ച സൗകര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സുഗമമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തീർത്ഥാടകർ. അള്ളാഹു അനുഗ്രഹിച്ചാൽ വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി മിന ടെന്റിലേക്ക് ഞങ്ങൾ പുറപ്പെടുന്നതായിരിക്കും. അതിനു മുമ്പ് മക്കയിൽ എത്തിയതിന് ആഗതമായതിൻ്റെ തവാഫിന് വേണ്ടി നാളെ മസ്ജിദുൽ ഹറാം ഞങ്ങൾ സന്ദർശിക്കും. നല്ല തിരക്കാണ്. പക്ഷേ ആ തിരക്കുകളൊക്കെയും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് സൗദി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ നിലയിലും ഞങ്ങൾ സന്തോഷത്തിലാണ്. അതേസമയം മദീനയിലെ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന തീർത്ഥാടകരെ സൗദി ആരോഗ്യ മന്ത്രാലയം ആംബുലൻസുകളിൽ മക്കയിലെത്തിച്ചു. 12 രാജ്യങ്ങളിൽ നിന്നുള്ള 18 പേരെയാണ് മക്കയിലെത്തിച്ചത്. രോഗാവസ്ഥയിലും ഹജ്ജ് നഷ്ടപ്പെടാതിരിക്കാൻ അറഫയിലെ ആശുപത്രികളിൽ ഇവർക്ക് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഹജ്ജ് കർമ്മത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് സുരക്ഷാ സൈനികരുടെ പരേഡ് കഴിഞ്ഞ ദിവസം മക്കയിൽ നടന്നു. അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താൻ പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത്. സമാധാനപരവും സുരക്ഷിതവുമായ ഹജ്ജിന് വേദിയൊരുക്കാൻ സജ്ജരായി എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസം മക്കയിൽ നടന്ന ഹജ്ജ് സുരക്ഷാ സൈനികരുടെ പരേഡ് നൽകുന്നത്. സൗദി ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ പ്രിൻസ് അബ്ദുൽ ബിൻ സൗദ് ബിൻ നായിഫ് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഹജ്ജ് വേളയിൽ സുരക്ഷാ സേന നടപ്പിലാക്കുന്ന സേവനങ്ങളും ഉപകരണങ്ങളും പരേഡിൽ പ്രദർശിപ്പിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ഇതിന് ഭംഗം വരുത്തുന്ന എന്തിനേയും ശക്തമായി നേരിടുമെന്നും സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നത് തടയാൻ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ചെക്ക് പോയിന്റുകളിലുമെല്ലാം പഴുതടച്ച പരിശോധന തുടരുകയാണ്. അനുമതി പത്രമില്ലാത്തവരും അവർക്ക് യാത്രാ സഹായം നൽകിയവരുമായ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. നുസുക്ക് കാർഡോ മക്ക ഇഖാമയോ മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റോ ഇല്ലാത്തവരെ കണ്ടെത്താൻ ഉൾപ്രദേശങ്ങളിൽ പോലും പരിശോധന നടക്കുന്നുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ നാളെ മുതൽ മിനായിലേക്ക് നീങ്ങുമെന്ന് ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം. മിനായിലും അറഫയിലുമെല്ലാം തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കും. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകർക്കും മിനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ ടെന്റ് സൗകര്യം ലഭിച്ചതായും കോൺസുൽ ജനറൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന 1.25 ലക്ഷം തീർത്ഥാടകരും സൗദിയിലെത്തിയതായി ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഇവർക്ക് സുഗമമായി ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയോടെ മക്കയിൽ നിന്ന് മിനായിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകർ 19-ാം തീയതി, അതായത് ദുൽഹജ്ജ് 13 ബുധനാഴ്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി മീനായിൽ നിന്ന് മടങ്ങുമെന്നും കോൺസുൽ ജനറൽ പറഞ്ഞു. On 13th June, from the evening, the pilgrims will start moving to the holy sites of Mina. And we expect that by afternoon, all the pilgrims will be stationed in Mina. They will offer prayers on 14th June. And from 14th June, late in the evening, they will start moving towards Arafat. The Arafat day is on 15th June, which is a very crucial and important day because all of the pilgrims from all over the world, including from India, will reach to Arafat on 15th of June. Subsequently, they will offer prayer there and they will go to Muzdalifah after sunset and then they will pray there in Muzdalifah. On 16th June, which is the 10th Dhul-Hijjah and Eid day, the pilgrims will return back to Mina and then they will do the Rami, the stoning of the devil in Jamarat, and subsequently they will stay in Mina for 10th, 11th and 12th. ഇന്ത്യൻ തീർത്ഥാടകരുടെ സേവനത്തിനായി മീനായിൽ 2 അറഫയിൽ 1 ഓഫീസുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 1,40,000 തീർത്ഥാടകർക്കും മീനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിലാണ് ഇത്തവണ താമസ സൗകര്യം ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് പാകം ചെയ്ത ഫ്രഷ് ഫുഡ് വിതരണം ചെയ്യുമെന്നും ഹജ്ജ് മിഷൻ അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.
ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കാനഡ ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷിബു കിഴക്കേക്കുറ്റിനെ പ്രസിഡന്റായും വിൻസെന്റ് മാപ്പച്ചൻ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അനീഷ് മാരാമറ്റമാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റായി ബിജു കട്ടത്തറയെയും ജോയിന്റ് സെക്രട്ടറിയായി ഡേവിഡ് ഫെർണാണ്ടസും ജോയിന്റ് ട്രഷറിയായി ജിത്തു നായരും തെരഞ്ഞെടുത്തു. സേതു വിദ്യാസാഗർ, കവിത കെ മേനോൻ എന്നിവരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. കനഡയിലെ മലയാളി മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഒരു കിടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടനയുടെ പ്രവർത്തനമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ 5ാമത് ദേശീയ കൺവെൻഷൻ സ്റ്റാംഫോർഡിൽ തുടക്കമായി. ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ എന്നിവയുണ്ടായിരിക്കും. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി, സ്കൂൾ ഓഫ് വേദാന്ത ഡയറക്ടർ സ്വാമി മുക്താനന്ദ, ഷൌക്കത്ത്, ടെക്സസ് ജില്ലാ ജഡ്ജി സുരേന്ദ്രൻ പട്ടേൽ എന്നിവർ പങ്കെടുക്കും. കൺവെൻഷൻ വെള്ളിയാഴ്ച സമാപിക്കും. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കും. ഇന്ത്യയെ നയിക്കാൻ രാഹുലിന് വയനാട്ടിൽ നിൽക്കാനാകില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിലെത്തിയ രാഹുലിന് UDF പ്രവർത്തകർ വൻ സ്വീകരണം നൽകി. ഭരണഘടനയെ തൊട്ടുകളിക്കരുതെന്ന് മോദിക്ക് ജനം മുന്നറിയിപ്പ് നൽകിയെന്ന് രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഉജ്ജ്വല വിജയത്തിന് നന്ദി രേഖപ്പെടുത്താനായാണ് രാഹുൽ എത്തിയത്. മലപ്പുറം എടവണ്ണയിലും വയനാട് കൽപ്പറ്റയിലും ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണം. വയനാടിനെയോ റായ്ബറേലിയെയോ ആണ് കൈയൊഴിയുക എന്ന ആകാംക്ഷയ്ക്ക് പൂർണ്ണവിരാമമിടാൻ രാഹുൽ തയ്യാറായില്ല. അറിയിച്ചത് ധർമ്മസങ്കടം. വയനാടുമായുള്ള ബന്ധം വോട്ടുകളിലൂടെ മാത്രമല്ലെന്ന് വ്യക്തമാക്കിയ രാഹുൽ റായ്ബറേലിക്കും വയനാടിനും സന്തോഷം നൽകുന്ന തീരുമാനമുണ്ടാകുമെന്നും വ്യക്തമാക്കി. Both Raebareli and Wayanad will be very happy with my decision. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും കടന്നാക്രമിച്ചായിരുന്നു ഇരു പൊതുയോഗങ്ങളിലും രാഹുലിന്റെ പ്രസംഗം. In fact, the BJP lost in Ayodhya. They lost in Uttar Pradesh. And they lost because they were attacking the very idea of India. രാഹുൽ വയനാട് വിട്ടുപോകുമെന്ന സൂചനയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ നൽകിയത്. നമ്മൾ മനസ്സിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ത്യ നയിക്കേണ്ടുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അതെല്ലാ ആളുകളും മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ട രാഹുൽജിക്ക് എല്ലാ ഭാവങ്ങളും നേരുക. രാഹുൽ വയനാട്ടിൽ തുടരണമെന്നാണ് ആഗ്രഹമെന്നും അഥവാ വിട്ടുപോവുകയാണെങ്കിൽ സഹോദരി പ്രിയങ്കയെ വയനാടിന് നൽകണമെന്നുമുള്ള ഫ്ലക്സുകളും പോസ്റ്ററുകളും പൊതുയോഗങ്ങളിൽ ഉയർന്നതും ശ്രദ്ധേയമായി. 24 മലപ്പുറം, വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി നിയമസഭയിൽ ചൂടേറിയ ചർച്ച. UDFന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി പരോക്ഷമായി ആക്ഷേപിച്ചുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് വിജയം ലീഗിനെ മത്തുപിടിപ്പിക്കില്ലെന്ന് N. ഷംസുദ്ദീനും ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പഠിച്ചില്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാലും കാണാൻ കഴിയില്ലെന്ന് KK രമയും പറഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് നിയമസഭയിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയാക്കിയത്. CPIM ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണെന്ന് മാത്യു കുഴൽനാടൻ. തെരഞ്ഞെടുപ്പ് ജയം ലീഗിനെ മത്തുപിടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന് M. ഷംസുദ്ദീൻ മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി പരോക്ഷമായി പരിഹസിച്ചത് പിൻവലിക്കുമെന്ന് കരുതിയെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പപ്പു എന്ന് അങ്ങ് ഇൻഡയറക്റ്റ് ആയിട്ട് വിളിച്ച പ്രയോഗം പിൻവലിക്കും എന്ന് ഞാൻ കരുതിയതാണ്. സാർ, അങ്ങ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ നിലയിലോട്ട് പിൻവലിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഇംപ്രഷൻ. വടകരയും പാലക്കാടും തമ്മിൽ കരാറുണ്ടാക്കിയെന്ന് PP ചിത്തരഞ്ജൻ ആരോപിച്ചു. ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനത്തിന് ബോധ്യമാകും. ഇടതുപക്ഷം മുതലാളിപക്ഷമാവുകയാണെന്ന് KK രമ. ക്രമസമാധാന നില തകർന്ന് കുറ്റവാളികൾ യഥേഷ്ടം അഴിഞ്ഞാടുന്ന ക്രമസമാധാന പാലകരും ഗുണ്ടകളും ക്രിമിനലുകളും കൂട്ടുകച്ചവടക്കാരായി അത്താഴ വിരുന്നുകൾ കൊഴുപ്പിക്കുന്ന ജയിലുകൾ അവധിക്കാല വസതികളായി മാറുന്ന ദുരിതകാലത്താണ് സാർ ഇന്ന് നമ്മുടെ സംസ്ഥാനം. ജനാധിപത്യത്തിന്റെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം ഹൃദയപക്ഷത്തു നിന്ന് മുതലാളി പക്ഷത്തേക്ക് മാറുകയാണ്. കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. UDFന് നഷ്ടപ്പെട്ട വോട്ട് ആർക്ക് ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വാമനപുരം UDFന് 59,000 കഴിഞ്ഞ തവണ, ഇപ്പോഴോ 45,000. അരുവിക്കര UDFന് 58,000 കഴിഞ്ഞ തവണ, ഇത്തവണയോ 47,000. കാട്ടാക്കട കഴിഞ്ഞ തവണ 51,000, ഇത്തവണ 43,000. സർ, 7 മണ്ഡലമായി ജയിച്ചു. UDF ജയിച്ചു എന്നുള്ളത് വസ്തുതയാണല്ലോ. പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് കാണണം. അതെങ്ങോട്ട് പോയി?
വോട്ട് നോക്കിയല്ല ഇടതുപക്ഷം നിലപാടെടുക്കുന്നതെന്ന് KV സുമേഷും ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ജനങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനായില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. 24 തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ കണ്ണൂർ കല്യാശ്ശേരിയിലെ വസതി സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും രാഷ്ട്രീയത്തിന് അതീതമായി പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും നായനാരുടെ പത്നി ശാരദ ടീച്ചർ പ്രതികരിച്ചു. നായനാരുടെ കുടുംബവുമായുള്ളത് ആത്മബന്ധമായിരുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി വിവിധ ക്ഷേത്ര സന്ദർശനങ്ങൾക്ക് ശേഷം എത്തിയത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിൽ. നായനാരുടെ പത്നി ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രതികരിച്ച ശാരദ ടീച്ചർ പക്ഷേ സുരേഷ് ഗോപിയെ പ്രശംസിക്കാൻ മടിച്ചില്ല. ഇപ്പം രാഷ്ട്രീയക്കാരനായിരുന്നു, അയാൾ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ ഇന്ന് വരുന്നത്. പല പ്രാവശ്യം വന്നതാണ്, പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളും ഒരുക്കിയ ഉച്ചഭക്ഷണവും കഴിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ശാരദ ടീച്ചർ പിതൃ സഹോദരിയെ പോലെയെന്നും കണ്ണൂർ കൂടി തരണമെന്നും സുരേഷ് ഗോപി. കണ്ടതല്ലേ ആത്മബന്ധം, എന്റെ അപ്പച്ചിയാ, കണ്ണൂരും കൂടി ഇങ്ങനെ തരണം. 24 കണ്ണൂർ. ഇടത് സൈബർ പോരാളികളെ തള്ളി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഗ്രൂപ്പുകൾ ഇടതുപക്ഷമെന്ന് പറഞ്ഞ് ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നാണ് വിമർശനം. അതേസമയം അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരുടെ നെഞ്ചത്ത് കയറേണ്ടെന്ന് പോരാളി ഷാജി ഗ്രൂപ്പ് അംഗങ്ങൾ മറുപടി നൽകി. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളും വിലയ്ക്ക് വാങ്ങപ്പെടുന്നതായി MV ജയരാജൻ. സോഷ്യൽ മീഡിയയിൽ LDF തിരിച്ചടി നേരിട്ടു. യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം ആശ്രയിക്കുന്നതിന്റെ ദുരന്തമുണ്ടായി. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ തുടങ്ങിയ ഇടതനുകൂല ഗ്രൂപ്പുകൾക്ക് വിമർശനം. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി അത്തരം ഗ്രൂപ്പിന്റെ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്. പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ക്യാപ്സ്യൂൾ പരാമർശം നടത്തിയ MV ജയരാജൻ തന്നെ ഇടത് സൈബർ പോരാളികൾ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുവെന്ന വിമർശനം ഉന്നയിക്കുന്നുവെന്നതും ശ്രദ്ധേയം. സോഷ്യൽ മീഡിയയിലും തോറ്റുവെന്ന കുറ്റസമ്മതം. MV ജയരാജന്റെ വിമർശനത്തിന് പിന്നാലെ മറുപടിയുമായി പോരാളി ഷാജി ഗ്രൂപ്പ് അംഗങ്ങൾ. 1-2 സോഷ്യൽ മീഡിയ പേജുകൾക്ക് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദ്യം. കിട്ടിയ വിലയുടെ പങ്ക് ചോദിച്ചും പരിഹാസം. വിമർശിച്ചാലുടൻ ഇടതുവിരുദ്ധരാക്കുന്നതിന്റെ ഫലം എതിരാളികൾ നേടിയെന്നും കുറ്റപ്പെടുത്തൽ. 24 കണ്ണൂർ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും ഒഡീഷയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പവൻ കല്യാണാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി. കനക് വർദ്ധൻ സിംഗ് ദിയോയും പ്രവദീപ് പരിദയും ഒഡീഷ ഉപമുഖ്യമന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപത്തുള്ള കേസരപ്പള്ളി IT പാർക്കിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി 4ാം തവണയും സത്യവാചകം ചൊല്ലി. నారా చంద్రబాబు నాయుడు అనే నేను శాసనం ద్వారా నిర్మితమైన భారత రాజ్యాంగం పట్ల నిజమైన విశ్వాసం విధేయత చూపుతానని. ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അടക്കം 25 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. ചന്ദ്രബാബു നായിഡുവിന്റെ മകനും TDP ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് അടക്കം മന്ത്രിസഭയിലെ 17 പേർ പുതുമുഖങ്ങളാണ്. TDPക്ക് 21, ജനസേനയ്ക്ക് 3, BJPക്ക് 1 എന്നിങ്ങനെയാണ് മന്ത്രിസഭയിലെ പ്രാതിനിധ്യം. ഒഡീഷയിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാഞ്ചി സത്യവാചകം ചൊല്ലി. ଭାରତର ସାର୍ବଭୌମତ୍ୱ ଓ ଅଖଣ୍ଡତା ରକ୍ଷା କରିବି। ଓଡ଼ିଶା ରାଜ୍ୟର ମୁଖ୍ୟମନ୍ତ୍ରୀ ରୂପେ ମୋର କର୍ତ୍ତବ୍ୟ ଶ୍ରଦ୍ଧା ଓ ଶୁଦ୍ଧ ଅନ୍ତଃକରଣରେ ନିର୍ବାହ କରିବି. കനക് വർദ്ധൻ സിംഗ് ദിയോ, പ്രവദീപ് പരിദ എന്നീ 2 ഉപമുഖ്യമന്ത്രിമാരും 8 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരുമടക്കം 15 അംഗ മന്ത്രിസഭയാണ് ഒഡീഷയിലേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, സഖ്യകക്ഷി മന്ത്രിമാർ,
NDA മുഖ്യമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 24 ഡൽഹി. 24 കണക്റ്റും വ്യവസായി കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളിൽ ആദ്യത്തേതിന് തറക്കല്ലിട്ടു. പെരുമ്പാവൂർ മുടക്കുഴ SOS ഗ്രാമം സ്വദേശി കെ വിമൽകുമാറിനാണ് കെ ചിറ്റിലപ്പള്ളി ഫ്ലവേഴ്സ് ഹോം പ്രൊജക്ടിൽ ആദ്യ വീട് നിർമ്മിച്ചു നൽകുന്നത്. സ്വന്തമായി അടച്ചുറപ്പുള്ള വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണ്. പെരുമ്പാവൂർ മുടക്കുഴ SOS ഗ്രാമത്തിൽ വിമലിന്റെയും രമ്യയുടെയും ആ സ്വപ്നമാണ് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്തപ്പോൾ പൂവണിഞ്ഞത്. കെ ചിറ്റിലപ്പള്ളി ഫ്ലവേഴ്സ് ഹോംസ് പ്രോജക്റ്റിലെ ആദ്യ വീടിന് തറക്കല്ലിട്ടു. രാവിലെ 9:30 കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചുമതലക്കാർ, 24 പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമെന്നും കൂടുതൽ പേരിലേക്ക് സഹായം എത്തിക്കുമെന്നും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. ധാരാളം വീടുകൾക്ക് വേണ്ടി അദ്ദേഹം സഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന ഈ ഭവന പദ്ധതിയിലും ഭാഗമാക്കാകുവാൻ സാധിച്ചിട്ടുള്ളത്. കാലങ്ങളായി വാടക വീട്ടിലായിരുന്നു താമസമെന്നും സ്വന്തം വീടുണ്ടായതിൽ സന്തോഷമെന്നും ഗുണഭോക്താക്കളായ ദമ്പതിമാർ. നമ്മൾ കിട്ടുന്നല്ല വാടക കൊടുക്കേണ്ടി വരുന്നു. ഒരു വീട്, സ്വന്തമായിട്ട് ഒരു വീട് പണിഞ്ഞു കിട്ടുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതാണിപ്പോൾ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിലൂടെയും 24ലൂടെയും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് കെട്ടാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. മാധ്യമപ്രവർത്തകർ സ്ക്രീനിനപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കണ്ണീരൊപ്പുന്ന പദ്ധതിയാണിതെന്ന് 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്. മാധ്യമപ്രവർത്തകർ സാധാരണ സ്ക്രീനിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വേദനയും ആശയൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. ദീർഘനാളായി വാടക വീടുകളിൽ മാറി മാറിക്കഴിഞ്ഞ വിമലിന്റെയും രമ്യയുടെയും ദുരിതത്തിനാണ് അറുതിയാകുന്നത്. ചടങ്ങിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ, ഡയറക്ടർ വിനോദ് SM, മാനേജർ G ദീപക് എന്നിവരും 24 പ്രതിനിധികളായി ഇൻസൈറ്റ് മീഡിയ സിറ്റി കമ്പനി സെക്രട്ടറി KN ഋഷികേശ്, ഫ്ലവേഴ്സ് 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊച്ചി. പ്രവാസി മലയാളി ഫോറം മാധ്യമ അവാർഡ് 24ന് മികച്ച പ്രവാസ്യ കാര്യപരിപാടിക്ക് 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാനാണ് പുരസ്കാരത്തിന് അർഹയായത്. അമേരിക്കൻ ഡയലോഗ് എന്ന പരിപാടിയാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അവാർഡ് വിതരണം ചെയ്യും. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക ദൌത്യ സംഘത്തെ രൂപീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അന്വേഷണം ആത്മാർത്ഥമായിരിക്കണമെന്ന് കോടതി നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് മടിക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. വിവാദങ്ങൾക്കിടെ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബാർ ഉടമകളുമായുള്ള ചർച്ചയിലേക്ക് കടന്ന സർക്കാർ. എക്സൈസ് മന്ത്രി ബാർ ഉടമകളുമായി ചർച്ച നടത്തി. പുതിയ ബാർക്കോഴ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈഡേ ഒഴിവാക്കുന്ന നീക്കത്തിലേക്ക് സർക്കാർ കടന്നേക്കില്ല. NCP കേരള ഘടകത്തിൽ പിളർപ്പ്. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെ അനുകൂലിക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം റെജി ചെറിയാൻ NCP വിടുന്നു. NCP വിട്ട് UDF മുന്നണിയിലേക്ക് ഏത് പാർട്ടിയിൽ ചേരുമെന്ന് ഈ മാസം 19-ന് പ്രഖ്യാപിക്കും. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സംസ്ഥാന പാതയോട് ചേർന്ന് ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന പരാതിയിൽ രാഷ്ട്രീയ വിവാദം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതിനെതിരെ കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചു. ജോർജ് ജോസഫ് കയ്യേറ്റം നടത്തിയിട്ടില്ലെന്ന CPIM ജില്ലാ നേതൃത്വം. ജോസ് കെ മാണിയെ വിമർശിച്ചതിന് CPIM പുറത്താക്കിയ പാലാ നഗരസഭാ കൌൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ വീണ്ടും പ്രതിഷേധം. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ LDF കൌൺസിലർമാരാണ് പ്രതിഷേധിച്ചത്. CPIM ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് ബിനു പുളിക്കക്കണ്ടം ആരോപിച്ചു. 18 ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന് ആരംഭിക്കും. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് പ്രധാന അജണ്ട.
മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ നേട്ടത്തിന് കാരണം ഉദ്ധവ് താക്കറെയാണെന്ന് BJP നേതാവ് ചന്ദ്രകാന്ത് പാട്ടീൽ. ഉദ്ധവിനെ NDAയിൽ തിരികെ എത്തിക്കാൻ ആലോചന നടക്കുന്നതായാണ് സംസ്ഥാനത്തെ BJP മന്ത്രിയുടെ പ്രസ്താവന. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.